സ്കൂട്ടർ യാത്രക്കാർക്ക് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. നീലഗിരി മുതുമലൈ തെപ്പക്കാടാണ് ഈ സംഭവം. യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ്. സ്കൂട്ടർ യാത്രക്കാർക്ക് നേരെ പാഞ്ഞെടുക്കുകയാണ് കാട്ടാന. നീലഗിരി റിസർവിന്റെ ഭാഗമുള്ള മുതുമലയിൽ നിന്നുള്ള കാഴ്ചയാണ്. തെപ്പക്കാട് ഉണ്ടായത്. യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ശ്രീധരൻ, വിവരങ്ങൾ. രതീഷ്, ഇത് തമിഴ്നാടിന്റെ ഭാഗമായിട്ടുള്ള മുതുമലൈ വന്യജീവി സങ്കേതത്തിലെ തെപ്പക്കാട് എന്നാണ് ഈ ദൃശ്യങ്ങൾ. അതായത് ഗൂഡല്ലൂരിൽ നിന്ന് ബന്ദിപ്പൂർ വഴി മൈസൂരിലേക്കുള്ള പാതയിലാണ് ഈ സംഭവം നടക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ആന റോഡരികിൽ നിൽക്കുകയായിരുന്നു. ഇന്നലെ വൈകിട്ടാണ് സംഭവം. ഈ സമയത്ത് ഒരു കാറ് മുന്നിൽ പോകുന്നുണ്ട്. കാറ് കടന്നുപോയി തൊട്ടു പിന്നാലെയാണ് ഈ സ്കൂട്ടർ അതിലെ വരുന്നത്. സ്കൂട്ടറും ഈ കാറിന് പിന്നാലെ മുന്നോട്ടെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ആന പെട്ടെന്ന് തിരിഞ്ഞ് ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. ഏതായാലും പെട്ടെന്ന് തന്നെ ഈ സ്കൂട്ടർ യാത്രക്കാരൻ അല്ലെങ്കിൽ സ്കൂട്ടർ ഓടിച്ചിരുന്ന ആൾ വാഹനം തിരിച്ച് മുന്നോട്ട് പോയതിനാൽ തന്നെ ആനയുടെ ആക്രമണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. കുറച്ചു ദൂരം ആന സ്കൂട്ടറിന് പിന്നാലെ പോയി തുടർന്ന് അവിടെ നിലയുറപ്പിക്കുകയാണ് ചെയ്തത്. ഏതായാലും അവർക്ക് ഈ വാഹനം ഭയപ്പെട്ട് വാഹനം തിരിക്കുന്നതിനിടയിൽ വാഹനം മറിഞ്ഞ് അപകടം പറ്റാതിരുന്നൊക്കെ ഭാഗ്യമെന്ന് തന്നെ വേണം പറയാൻ. ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായതും വലിയ ആശ്വാസമുള്ള ഒരു കാര്യമാണ്. ഏതായാലും ഇതിനു മുൻപും ഈ മേഖലയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ആനയൊക്കെ വന്യജീവികളൊക്കെ റോഡരികിൽ നിൽക്കുമ്പോൾ അതിനെ മറികടന്ന് പോകാനുള്ള ഇത്തരം ശ്രമങ്ങൾ സ്വാഭാവികമായിട്ടും അപകടം ക്ഷണിച്ചു വരുത്തുന്നതാണ്. ഈ ആന അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ, റോഡരികിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആ വഴി കടന്നു പോകാതെ അല്പനേരം കാത്തുനിന്ന് ആന മാറിയ ശേഷം, ആനയില്ലെങ്കിൽ മറ്റു വന്യജീവികളാവട്ടെ, അത് മാറിപ്പോയതിനു ശേഷം മാത്രമേ വാഹനം എടുക്കാവൂ എന്ന് വനം വകുപ്പ് നിരന്തരം ആവശ്യപ്പെടുന്നതാണ് യാത്രക്കാരോട്. പക്ഷേ അത്തരത്തിൽ പെട്ടെന്ന് ഈ വാഹനം എടുത്തതാണ് ഇങ്ങനെയൊരു ആക്രമണം അല്ലെങ്കിൽ ആനയെ പ്രകോപിപ്പിക്കാൻ കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്.